വയറുവേദന എടുത്തിട്ട് ബോധമില്ലാതെ 2 ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. പീരീഡ്സ് ആയിരുന്നു. എല്ലാവരുടെയും പീരീഡ്സ് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ആൾക്കാർക്കും പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം വരുന്നൊരു ഫീൽ ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ്. എന്റെ ജീവിതത്തിലേക്ക് കാലം കടന്നു വരുന്നൊരു ഫീലാണ് എനിക്ക് പീരീഡ്സ് ആവാൻ പോവാന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റ്, ആ ഒരു സമയം എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരാറുള്ളത്. കാരണം അത്രയധികം പെയിൻ ആണ്. ഭയങ്കരമായിട്ട് സ്റ്റൊമക് പെയിൻ ഉണ്ടാവും എനിക്ക്. പിന്നെ വൊമിറ്റിംഗ് ഉണ്ടാവും, ലൂസ് മോഷൻ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സഹിച്ചിട്ട് വേണം ആ ഒരു 2 ദിവസം തള്ളി നീക്കാനായിട്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാവാറുള്ളത്. മിക്കവാറും എല്ലാവർക്കും ഞാൻ തന്നെയായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇല്ലാത്ത ലക്കിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ചോണ്ട് നിന്നപ്പോഴാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അരുണാചൽ പ്രദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട് പീരീഡ്സ് ആവണത് വെറും 3 ദിവസം. അത് വരണതും അറിയില്ല, അത് പോണതും അറിയില്ല. അവൾ ജസ്റ്റ് കൂളായിട്ട് നടക്കും. അങ്ങനെയൊക്കെ ഒരു പീരീഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് പീരീഡ്സ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ മരണം അടുത്തേക്ക് വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അയ്യോ ഇന്ന് വരുമല്ലോ, ഇന്ന് വരുമല്ലോ, ഇപ്പൊ വരുമല്ലോ, ഇപ്പൊ വരുമല്ലോ, അങ്ങനെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഒരാഴ്ച മുമ്പ്, ഒരു 5 ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ ആ ഒരു പേടി ഇങ്ങനെ മനസ്സിൽ വരും. ഇപ്പൊ വരുമല്ലോ, ഇപ്പൊ വരുമല്ലോ, ഇപ്പൊ വരുമല്ലോ എന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ സങ്കടമായി. അയ്യോ 2 ദിവസം തള്ളി നീക്കണമെന്നുള്ളത്. ആ 2 ദിവസത്തിന് 2 കൊല്ലത്തിന്റെ നീളം ഉണ്ടാവും. ഞാൻ ഈ 2 ദിവസം വരാക്കി ഒരു ജോലി ചെയ്യാറില്ല, ഫുഡ് ഉണ്ടാക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. എനിക്ക് ഒന്നിനും കഴിയാറില്ല. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കുക എന്ന് മാത്രമല്ലാതെ ഒരു സാധനം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. എല്ലാവരുടെയും പീരീഡ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആവില്ലേ? പീരീഡ്സ് ആകുമ്പോൾ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ലൈഫാണ്. ഈ ഒരു എന്താ പറയാ, പീരീഡ്സ് ആകുമ്പം ഈ കൊച്ചൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പീരീഡ്സ് ആകുമ്പോൾ ഞാൻ രക്ഷയായിട്ട് മാറും, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുള്ളത്. പീരീഡ്സ് യക്ഷി എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഒരു യക്ഷിയായിരിക്കും എന്റെ അടുത്ത്. കുട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, എന്റെ മോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കടിച്ചു തിന്നാനുള്ള ദേഷ്യം ഉണ്ടാവും എനിക്ക്. അതുപോലെ ഞാൻ റിയാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ പീരീഡ്സ് ആകുമ്പോഴേ ഞാൻ പറയും, ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ട്, ഇനി എന്നോട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട, എനിക്ക് കൺട്രോൾ പോകും. എനിക്ക് ദേഷ്യം വരും, പിടിച്ചാൽ കിട്ടാതെ ദേഷ്യം വരും. അങ്ങനെയൊക്കെയാണ്. മൂഡ് സ്വിങ്സ് ഉണ്ടാവുമല്ലോ, ഒരു ഉറപ്പായിട്ടുണ്ടാവും. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും, എല്ലാ സ്ത്രീകൾക്കും ഇതുണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ 2 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുണ്ടാകുന്നത്. പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യോ ഒരു പണിയും ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. ഇനി വേണം തുടങ്ങാനായിട്ട്. അപ്പൊ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഈ വീഡിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്തോ പറയണമെന്ന് തോന്നി. ഈ ഒരു പീരീഡ്സ് ആകുമ്പോൾ അനുഭവിച്ചു പോകുന്ന കാര്യങ്ങള്, അതിലേറെ ഇറിറ്റേഷൻ ചൂടത്ത് പാഡ് വെക്കണ കാര്യം. ചൂടെടുത്ത് സഹിക്കാൻ പറ്റാത്ത പാഡും കൂടി വെച്ച് നടക്കുമ്പോഴുള്ള അവസ്ഥ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ വൃത്തികെട്ട അവസ്ഥയാണ് ഇത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് നാള് മെൻസ്ട്രൽ കപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് വന്ന സമയത്ത് എന്തോ ഈ കപ്പ് ഇങ്ങനെ തിരിച്ചു ഊരുമ്പോ ഒരു പ്രഷർ ചെലുത്തിയിട്ടാണ് നമ്മൾ ഇത് ഊരുക. അപ്പം എത്രയൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഊരണം എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു പ്രഷർ അവിടെ ചെലുത്തിയേ പറ്റുള്ളൂ. അപ്പം ഈ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് യൂട്രസ് എല്ലാം കൂടെ താഴോട്ട് വരുന്നൊരു ഫീലിംഗ്. നമ്മൾ കൈയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്രസിൽ ടച്ച് ചെയ്യുന്നൊരു ഫീല്, അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങിയപ്പം ഞാൻ കപ്പ് ഉപയോഗിക്കുന്നത് നിർത്തി. പേടിച്ചിട്ട് നിർത്തിയതാണ് കേട്ടോ. പിന്നെയും ഞാൻ പാഡിലേക്ക് തന്നെ കയറി. പാഡ് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ചൂടത്ത് പാഡ് വെച്ച് നടക്കാൻ പറയുന്നത് അതിലേറെ ബുദ്ധിമുട്ട്, വയറുവേദന, അതും ഇതും എല്ലാം കൂടെ നരകം കാണുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ. എല്ലാ സ്ത്രീകൾക്കും ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു നടക്കുന്ന ഒരു ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്താ പറയാ, ചില വീടുകളിൽ കാണാം പീരീഡ്സ് ഒക്കെ മാസം വരുന്നതല്ലേ. അപ്പോ അത് സഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മാസം വരുമല്ലോ, അപ്പൊ നിനക്ക് അറിയാലോ ആ ഒരു വേദന എന്താണ്, ആ ദിവസങ്ങൾ എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമല്ലോ, അപ്പൊ അത് മാനേജ് ചെയ്ത് പോവാവുന്നതല്ലേ ഉള്ളൂ എന്ന് പല വീടുകളിലും ചോദിക്കാറുണ്ട്. ഒരു വട്ടം എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിരുന്നു, ഇത് നിനക്ക് മാസം വരുന്നതല്ലേ, അപ്പൊ അത് മാനേജ് ചെയ്ത് അങ്ങോട്ട് അതിന്റെ രീതിയിൽ അങ്ങ് പോയാ പോരെ എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയ്യോ, അതിനൊരു കച്ചറ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ആ ഒരു സമയത്തുള്ള പെയിനും ആ ഒരു സമയത്തുള്ള നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഒരിക്കലും ഒരു മെയിലിനോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ ആയിരിക്കും. നമ്മളത് ദേഷ്യത്തോട് മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മിക്കവാറും സ്ത്രീകൾ അങ്ങനെ തന്നെ ആയിരിക്കും, ദേഷ്യമായിരിക്കും പ്രകടിപ്പിക്കുക. കാരണം അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു സന്തോഷം വരും. പക്ഷെ മിക്കവാറും അവിടെ ഉണ്ടാവാറില്ല.
എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഒരു ദിവസം ഹസ്ബൻഡിന്റെ സ്നേഹം മൂത്തിട്ട് പീരീഡ്സ് ആയപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, ഫുൾ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞാനും എന്ത് ചെയ്തു, പീരീഡ്സ് ഒക്കെ അല്ലേ, ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വയറുവേദന കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മൂടങ്ങോട്ട് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചോക്ലേറ്റ് മൊത്തം ഇരുന്ന് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വൈകുന്നേരം ആയപ്പോഴത്തേക്ക്, ഞാൻ പീരീഡ്സ് ആയിരുന്നത് രാവിലെയാണ്, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാൻ തുടങ്ങി. ഓവറായിട്ട് ബ്ലീഡിങ്. ഞാൻ ഇതുവരെ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നത് കണ്ടിട്ടില്ല. കട്ടയായിട്ട് ബ്ലഡ് വരുന്നത്. ഞാൻ പേടിച്ച്, ഞാൻ വിചാരിച്ചു ഞാൻ ഓവർ ബ്ലീഡിങ് ആയിട്ട് മരിച്ചു പോകാൻ പോവാണെന്ന്. ഇത് നോക്കിയപ്പം ഞാൻ നെറ്റിലൊക്കെ നോക്കി എന്താണ് ഇങ്ങനെ വരാൻ കാരണം. അപ്പൊ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് ബ്ലഡ് വരും. ഈ സമയത്ത് നമ്മൾ ചോക്ലേറ്റ് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. അത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കഴിച്ചത്. ഒരുപാട് കണ്ടന്റ് ഉള്ളിൽ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലീഡിങ് ഉണ്ടായി. ഞാൻ വന്ന് പേടിച്ച് ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചുപോയി. ബ്ലീഡിങ് ഓവറായിട്ട് ഞാൻ മരിച്ചു പോയെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ആദ്യം ഓക്കെ, അതായത് 5ാം ക്ലാസ്സിൽ ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ട്. ആദ്യം ഒക്കെ എനിക്ക് മാസം 2 വട്ടമൊക്കെ വരുമായിരുന്നു. പിന്നീട് കുറച്ച് ആയുർവേദ മരുന്നും ചികിത്സയൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു പീരീഡ്സ് ഒരു മാസം ഒരെണ്ണം ആക്കി നിർത്തിച്ചത്. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോകുന്നാലും ഈ പീരീഡ്സിന്റെ വയറുവേദന അതിന്റെ അമ്മ അത് ഇതുവരെ മാറിയിട്ടില്ല. ഈ സമയത്ത് കുട്ടീനെയൊക്കെ നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ വളരെ മെനക്കെട്ടൊരു സംഭവമാണ്. ഇപ്പൊ ഞാൻ ഗുളികയൊക്കെ കഴിക്കാറുള്ളത്. പെയിൻ കില്ലർ ടാബ്ലറ്റ് ഒരെണ്ണം ഫസ്റ്റ് ഡേ കഴിച്ചിട്ടാണ് ഞാൻ എണീച്ച് നടക്കാറുള്ളത്. അതുപോലെയൊക്കെയാണ് എന്റെ പീരീഡ്സ് ഡേയ്സ്. അപ്പോ 2 ദിവസമായിട്ട് ഞാൻ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ 2 ദിവസമായിട്ട് ലൈവ് ചെയ്യാൻ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എണീച്ച് നടക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയാ, ആക്റ്റീവ് അല്ലാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് പെൻഡിങ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പൊ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.